ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് മട്ടൺ റോസ്റ്റ് അല്ലെങ്കിൽ മട്ടൺ ഫ്രൈ. മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ മട്ടൺ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴുകി ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും അതെങ്ങനെയാണ് മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെൽക്കം ടു ഗിരീസ് ട്രഡീഷണൽ ഇന്ത്യൻ കുക്കിംഗ്. ഞാൻ ഈ പാത്രത്തിലാണ് മട്ടൺ കുക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പ്രഷർ കുക്കറും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പച്ചമുളക് കീറിയത്, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇതിവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് മസാല റെഡിയാക്കാം. ഈ പാനിലേക്ക് 4 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. 4 കാശ്മീരി മുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ചെറിയ കഷ്ണം സിനമൺ സ്റ്റിക്ക്, ഞാൻ 2-3 കുഞ്ഞു കഷ്ണങ്ങളാണ് ഇട്ടത്, 1 ഏലക്ക, 4 ഗ്രാമ്പൂ. ഇനി ഇത് ചെറിയ തീയിൽ കരിഞ്ഞു പോകാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ഡ്രൈ ആയിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മസാല മൂത്തു, ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് പകർത്തി തണുക്കാൻ വയ്ക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ മസാല തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇവിടെ നമ്മുടെ മട്ടനെല്ലാം നന്നായി വെന്തു, വെള്ളമൊക്കെ ഒരുവിധം വറ്റി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പാനിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് 1 സവാള ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ബേ ലീഫ് ഇടാം. ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നതും 3-4 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഇതെല്ലാം കൂടെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇത് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലെ വെള്ളമെല്ലാം വറ്റുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വെള്ളം ഒരുവിധം വറ്റി തുടങ്ങി. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ വെള്ളമെല്ലാം കംപ്ലീറ്റ്ലി വറ്റി ഈ മട്ടൺ റോസ്റ്റ് ആവുന്ന വരെ നമുക്ക് ഇതോടെ ചെറു തീയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ എരിവെല്ലാം നോക്കിയിട്ട് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ മട്ടൺ റോസ്റ്റിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായി റോസ്റ്റായത് ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ മട്ടൺ റോസ്റ്റ്. നല്ല രുചിയുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് തരണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഞാനൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും.